ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയമുളവാക്കുന്ന ഒരു കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടു നോക്കൂ. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് ബെല്ല. ബെല്ല എന്നു പേരുള്ള 10 വയസ്സുള്ളൊരു പെൺകുട്ടി ചെറുപ്പത്തിലെ ഒരപകടത്തിൽ മരിച്ചിരുന്നു. അവളുടെ ആത്മാവ് ഒരു വീട്ടിലുള്ള ഒരു പാവയിൽ ഉണ്ടായിരുന്നു. കാടിൻ നടുക്കായിരുന്നു ആ വീട്. ഇതറിയാതെ ഒരു ദിവസം ലിസയും ബെന്നും കൂടി കളിക്കാനായി ആ കാട്ടിൽ കയറി. അവർക്ക് വഴിതെറ്റി. നേരം ഇരുട്ടാവാൻ തുടങ്ങി. അവർ നടന്ന് ഒരു വീടിന് മുന്നിലെത്തി. ഭയം തോന്നുന്ന രീതിയിലായിരുന്നു ആ വീട് ഉണ്ടായിരുന്നത്. മൃഗങ്ങളുടെ ഓരിയിടൽ ശബ്ദങ്ങളും വവ്വാലുകളുടെ ചിറകടി ശബ്ദവും അവരെ പേടിപ്പെടുത്തി. അവർ വേറെ വഴിയില്ലാതെ ആ വീട്ടിലേക്ക് കയറി. പതുക്കെ വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറി. അകത്ത് നല്ല ഭംഗിയുള്ള ലൈറ്റുകളും പ്രൗഢി തോന്നിപ്പിക്കുന്ന സോഫയും ചിത്രങ്ങളും അവിടുത്തെ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നു. അവിടെ മട്ടുപ്പാവിലേക്ക് കയറാനായി ഒരു കോണിപ്പടിയും ഉണ്ടായിരുന്നു. അവർ പതുക്കെ കോണിപ്പടിയിലേക്ക് കയറി. അപ്പോൾ മുകളിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അവർ അങ്ങോട്ടേക്ക് നടന്നു. മുകളിലെത്തിയപ്പോൾ ഒരു മുറി. ആ മുറി പുറമേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മുറിയിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. അവർ ആ മുറിയുടെ അകത്തേക്ക് കയറി. ആ മുറിക്കുള്ളിൽ നിറയെ പെട്ടികളും പഴയ സാധനങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കസേരയിൽ കണ്ടാൽ പേടി തോന്നുന്ന ഒരു പാവയും ഉണ്ടായിരുന്നു. അവർക്ക് പേടി തോന്നി തുടങ്ങി. അപ്പോൾ ആ പാവ ചിരിക്കാൻ തുടങ്ങി, പിന്നീട് ഇറങ്ങി നടക്കാനും. അവർ മുറിക്ക് പുറത്തേക്ക് ഓടി. പക്ഷേ അപ്പോഴേക്കും മുറിയുടെ വാതിലടഞ്ഞു. അവർ പേടിച്ചുകൊണ്ട് ചോദിച്ചു, "നീ ആരാണ്?" എന്ന്. പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ ഭീകരത തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു. പാറിപ്പറക്കുന്ന മുടി, ഭയമുളവാക്കുന്ന ചിരി. അവർക്ക് പേടിയായി. ആ രൂപം പറഞ്ഞു, "ഞാനാണ് ബെല്ല." പെട്ടെന്ന് ആ മുറിയിൽ വെളിച്ചം നിറഞ്ഞു. കണ്ണാടി വളർന്നു വലുതായി. കണ്ണാടിയിൽ പല നിറത്തിലുള്ള പ്രകാശം കാണാൻ തുടങ്ങി. ആ മുറി നിറയെ പുക നിറഞ്ഞു. അവർ പേടിച്ചു വിറച്ചു. പെട്ടെന്ന് ആ കണ്ണാടിയുടെ സ്ഥാനത്ത് ഒരു ഗർത്തം പോലെ തോന്നിപ്പിക്കുന്ന ഒരു വഴി രൂപപ്പെട്ടു. ലിസയും ബെന്നും അതിനുള്ളിലേക്ക് പറന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ നിലവിളിച്ചു, പക്ഷെ ആരും വന്നില്ല. പെട്ടെന്ന് ബെന്നിൻ്റെ കൈകൊണ്ട് ആ കണ്ണാടിയിൽ ഒരു വിള്ളൽ വീണു. എന്തു സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാം ശാന്തമാവാൻ തുടങ്ങി. മുറി പഴയതുപോലെ ആയി മാറി. അവർ നോക്കിയപ്പോൾ പൊട്ടിയ കണ്ണാടിയിൽ ബെല്ലയുടെ രൂപം. കൂടാതെ ആ പാവ കണ്ണാടിയുടെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. അവർ അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങി. അപ്പോൾ ആ പാവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ തിരികെ വരും." ലിസയും ബെന്നും പുറത്തേക്കിറങ്ങി ഓടി. അവർ എങ്ങനെയൊക്കെയോ അവരുടെ വീട്ടിൽ തിരിച്ചെത്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.